പ്രഭാഷകൻ 42:2 പ്രകാരം നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. 2. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: ജോഡികളായി. 3. എന്ത് ദർശിച്ചാലാണ് ആർക്കെങ്കിലും മതി വരുമോ എന്ന് പ്രഭാഷകൻ 42:25 പറയുന്നത്? കർത്താവിൻ്റെ മഹത്വം. എങ്ങനെയുള്ള ഭാര്യയെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്? ഉത്തരം: അവിശ്വസ്തയായ. 5. ദുഷ്ടനായ ദാസനെ കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ടതില്ല. എന്ത്? ദുഷ്ടനായ ദാസന് കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ടതില്ല. എന്ത്? തക്ക ശിക്ഷ എന്നതാണ് ഉത്തരം. 6-ാമത്തെ ചോദ്യം: അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം? അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കണം. ഉത്തരം: ചോദ്യം 7. ആരെയൊക്കെ ഉപദേശിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ 42:8 പറയുന്നത്? ഉത്തരം: അജ്ഞനെ, വിഡ്ഢിയെ, ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെ. അടുത്തത്: ആരെക്കുറിച്ചുള്ള വിചാരമാണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത്? മകളെക്കുറിച്ചുള്ള എന്നതാണ് ഉത്തരം. കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെ? ഉത്തരം: ദുശാഠ്യക്കാരിയായ മകളെ. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? പുരുഷൻ്റെ ദുഷ്ടതയാണ് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ത്? കർത്താവിൻ്റെ മഹത്വമാണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ ഡേഷിന് പോലും അവർണ്ണീയമാണ്. ആർക്ക്? വിശുദ്ധർക്ക്. അവിടുന്ന് ആഴിയുടെ അഗാധതയെയും മനുഷ്യൻ്റെ ഡേഷിനെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തെ എന്നാണ് ഉത്തരം. കർത്താവിന് ആവശ്യമില്ലാത്തത് ആരെ? കർത്താവിന് ആവശ്യമില്ലാത്തത് ഉപദേശകരെയാണ്.